പരിശുദ്ധമായ ഈ അൾത്താരിൽ കയറി നിൽക്കാൻ പരിശുദ്ധ അമ്മ വഴി എന്നെ അനുഗ്രഹിച്ച എൻ്റെ സർവശക്തനായ ദൈവത്തോട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി, എൻ്റെ മോൻ കിരൺ. ഞാൻ 2022 സെപ്റ്റംബർ 30 ആദ്യമായി ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയത്. ഞാൻ വരാനുണ്ടായ സാഹചര്യം എൻ്റെ മോൻ കിരണിൻ്റെ കാര്യത്തിനായിരുന്നു. അവൻ ഡിഗ്രി കഴിഞ്ഞു, BCom ആണ് പഠിച്ചത്. എല്ലാവരും പറയുന്നത് പോലെ തന്നെ വിദേശത്തേക്ക് പോകണം, നാട്ടിൽ പഠിക്കേണ്ട. പക്ഷേ കാനഡ അല്ലെങ്കിൽ UK ഇത് വീട്ടിൽ ശല്യമായി. കൂട്ടുകാരെല്ലാവരും പോയി, ഞാൻ നാട്ടിൽ പഠിക്കില്ല എന്ന വാശിയായി. സ്വസ്ഥതയില്ലാതെ ആയപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഇനി നിനക്ക് തീരുമാനമെടുക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നടയിൽ പോയി തന്നെ നമുക്ക് തീരുമാനമെടുക്കാമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാനും മോനും എൻ്റെ ഭർത്താവും കൂടി 2022 ഇവിടെ വന്നത്. ഞാൻ ആകെ മാതാവിനോട് പറഞ്ഞത് ഇതാണ്: അധികം സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല, എന്നിരുന്നാൽ പോലും എന്താണ് അവന് ആഗ്രഹം, അത് നാട്ടിൽ പഠിക്കാൻ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു മനസ്സ് അവന് കിട്ടണം. അതല്ല എങ്കിൽ നാട്ടിലൊരു ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ജോലി ആയാലും വിരോധമില്ല, അവൻ്റെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം. പക്ഷേ അമ്മയുടെ തീരുമാനം, അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ വന്ന് 15-ാം ദിവസം തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് അവന് ജോലി കിട്ടി. ഇന്നും ആ ജോലി തുടർന്നു പോണു. അങ്ങനെ കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി പുതുക്കലൊക്കെ മുന്നോട്ട് പോയി. 3 പുതുക്കലിന് ഞാൻ ഇവിടെ വന്നപ്പോൾ 3-ാം പുതുക്കലിൽ കഴിഞ്ഞ് എനിക്ക് തയ്യലാണ്. വീട്ടിലിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മൊബൈലിൽ അച്ഛൻ്റെ ടോക്ക്, ധ്യാനം, സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ടോക്കിൽ 1, 2, 3 പുതുക്കൽ കഴിഞ്ഞിട്ടും ആഗ്രഹിച്ചിടത്ത് എത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വേദനയോടെ ഇരിക്കുന്ന മക്കൾക്ക് 4-ാം യാമത്തിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് ഒരു ടോക്കിലുണ്ടായി. അത് എന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഭയങ്കരമായി ഷോക്കുണ്ടായി. കാരണം എൻ്റെ അവസ്ഥ അന്നത്തെ അങ്ങനെയായിരുന്നു. കാരണം ഇവന് നാട്ടിൽ ജോലി കിട്ടിയിട്ടും അത് ചെറുതല്ലേ എന്നൊരു തോന്നൽ, പുറത്തേക്ക് എല്ലാവരും പോയി, ഇതെനിക്ക് വേണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു സംസാരമായപ്പോൾ വീണ്ടും ടെൻഷനായി. അപ്പോൾ ഞാൻ വെറുതെ ഇവനോട് പറഞ്ഞു, ഒക്ടോബർ 15 ഇവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ 2023 ഒക്ടോബർ 15 സെപ്റ്റംബറിലാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീ കണ്ടോ, എന്തായാലും മാതാവ് നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിരിക്കും. പക്ഷേ ഇവർക്ക് വിശ്വാസം ഉണ്ടായില്ല. ഇവൻ പറഞ്ഞു, പിന്നെ എല്ലാവരും പറയണ പോലെ തന്നെ ഇവനും പറഞ്ഞു, മാതാവ് ഇട്ട് തരാല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ മാതാവിൻ്റെ നടയിൽ ഓരോ ദിവസം ദിവ്യബലിയിൽ പോകുമ്പോൾ ഞാൻ പറയും, അമ്മേ, നിന്നെ മുൻനിർത്തിയാണ് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞത്. അവൻ്റെ വിശ്വാസം ആഴപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ചെറിയ അടയാളം നീ കാട്ടിത്തരണം. അങ്ങനെ ഒക്ടോബർ 15 അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഇതുമാതിരി പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പണ്ട് കാണാറുള്ളൊരു ചേട്ടനാണ്, കുറച്ച് നാളുകളായിട്ട് കാണാറില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ വേറെ ഒരു വ്യക്തിയെ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം അവരുടെ വീടൊക്കെ വിറ്റു. അപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ പോകാനുള്ള ഒരുക്കം. വെറുതെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, അന്നാ ചേട്ടൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം ഇപ്പോഴൊന്നും വേണ്ട, ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വാങ്ങാനുള്ളൂ, ഇപ്പോൾ സാമ്പത്തികം ഇല്ല എന്നൊക്കെ വെറുതെ പറഞ്ഞു പോയി. പക്ഷെ ഞാൻ അന്ന് വീട്ടിൽ ചെന്നപ്പോഴാണ് ഓർക്കണേ, ഇന്നല്ലേ ഒക്ടോബർ 15. അങ്ങനെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞിങ്ങനെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെറുതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചായ കുടിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ആ കാലത്ത് പറഞ്ഞ ആ ചേട്ടൻ തിരിച്ചു വിളിക്കണേ, ജാൻസി, നീയും നിൻ്റെ ഭർത്താവും കൂടി ഒന്ന് പള്ളി വരെ വരണം, ഒന്ന് നമുക്കൊരു സ്ഥലമുണ്ട്, ഒന്ന് കാണാൻ പോവാമെന്ന്. അപ്പോൾ ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്നു, ഞങ്ങൾക്ക് 4.5 സെൻറ്റ് സ്ഥലവും ഒരു വീടും, അത്യാവശ്യം എല്ലാ പണിയും കഴിഞ്ഞ വീടാണ്, പക്ഷെ അതിൽ ഓട്ടോറിക്ഷയെ വരുള്ളൂ. അപ്പോൾ മക്കൾ വലുതായപ്പോഴാണ് വഴിയുടെ ഒരു പോരായ്മ കൂടുതലായിട്ട് ഫീൽ ചെയ്തത്.
അപ്പോൾ ഞാൻ മാതാവിനോടും പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഒരു കാറ് വരാനുള്ളൊരു വഴി നിനക്ക് മനസ്സുണ്ടെങ്കിൽ തായു മാതാവേ. കാരണം ഇതുപോലും ഇല്ലാത്ത അനേകായിരങ്ങളുണ്ട്. എന്നാലും ഇത് എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, മക്കളെ പ്രതി അവരുടെ ഭാവിയെ പ്രതി മാത്രം ഞാൻ പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിയോഗത്തിൽ ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ ഒക്ടോബർ 15 ഇവൻ്റെ ബർത്ത്ഡേ വൈകിട്ട് 5:30 മണിക്ക് 8 സെൻറ്റ് സ്ഥലം, ടാറിങ് റോഡോട് കൂടിയുള്ള സ്ഥലം ടോക്കൺ കൊടുക്കാനുള്ളൊരു അനുഗ്രഹം മാതാവ് തന്നു. വീണ്ടും ആ സ്ഥലം വാങ്ങാമെന്നുള്ളത് അന്നൊന്നും പ്രതീക്ഷിക്കണ ഒരു കാര്യമല്ല. കാരണം ചെറിയൊരു തുക ഞങ്ങൾ പിന്നെ പുറത്ത് പോകാനുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നു. ബാക്കിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം, എന്തായാലും പുറത്ത് പോകലും നടക്കണില്ല. അപ്പോൾ അതിനിപ്പോൾ ഇവൻ ഉദ്ദേശിക്കുന്നത് കാനഡയ്ക്ക് ആവുമ്പോൾ ഒരുപാട് പൈസ വേണമല്ലോ. അപ്പോൾ അത് അവിടെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ എന്നാൽ സ്ഥലം വാങ്ങിക്കാം, അത് തന്നെ തീരുമാനം എടുത്തു. ഞാൻ സൊസൈറ്റിയിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസം ആ ഗ്യാപ്പിൽ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഞാൻ രൂപത്തുമ്മ വെച്ചിട്ട് അത്രയും ദിവസം എന്നാണോ ആധാരം കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് അത്രയും ദിവസം ഞാൻ രൂപത്തുമ്മ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈശോയെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെ ഈ കടബാധ്യതകളെ ഏറ്റെടുത്താൽ അത് വീട്ടുവാനുള്ള ആരോഗ്യശേഷിയും തൊഴിലും ഞങ്ങൾക്ക് നൽകണേന്ന് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം അധികം സാമ്പത്തിക ശേഷിയില്ല. അന്വേഷിച്ചപ്പോൾ 10 ലക്ഷം രൂപ എന്തായാലും കടം വാങ്ങിക്കണം. 15,000 രൂപയോളം സൊസൈറ്റിയിൽ ഓരോ മാസം കൊടുക്കണം. അതിനുള്ള ആസ്തി ഞങ്ങൾക്കില്ല. അപ്പോൾ സ്ഥലം വാങ്ങിക്കാതിരിക്കാനും നിർവാഹമില്ല. അങ്ങനെ 15 ദിവസത്തോളം പ്രാർത്ഥനയിൽ തുടർന്നു. പിന്നെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി ലോൺ എടുത്ത് സ്ഥലം വാങ്ങിക്കാൻ ആധാരം കൊണ്ട് പോകുന്ന വഴി ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കയറി ഞാൻ ആധാരം സമർപ്പിച്ചു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ ബാധ്യത ഏറ്റെടുത്ത് ഞങ്ങൾക്ക് തന്നാൽ മതി മാതാവേ. ഭാരം വഹിക്കാൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് നിറവേറ്റി തരാനും നീ അതിനവസരം ഒരുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ ചേട്ടനോടൊക്കെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ വാങ്ങിച്ച കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, 25 വർഷമായിട്ടും തറവാട്ട് വക സ്ഥലം പാർട്ടീഷൻ നടന്നിട്ടില്ല. അപ്പൻ മരിച്ചിട്ട് 6 വർഷമായി, അമ്മ മരിച്ചിട്ട് 4 വർഷമായി. 7 മക്കളിലേക്ക് ഇളയതാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ അവരൊക്കെ നിൽക്കുമ്പോൾ മുൻകൈ എടുക്കാൻ ഞാൻ സമ്മതിച്ചുകൊണ്ടിരുന്നില്ല. കാരണം ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്നു, സാഹോദര്യ സ്നേഹം നഷ്ടപ്പെടാത്ത വിധത്തിൽ തന്നെയായിരിക്കണം മാതാപിതാക്കളുടെ സ്വത്ത് വിഭജനം ചെയ്യാൻ. ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വത്ത് വിഭജനത്തിലൂടെ സാഹോദര്യ സ്നേഹം മരണം വരെ അവർ മിണ്ടാത്ത അവസ്ഥ. അതിനൊന്നും എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ലെങ്കിൽ അവർ തരണ്ട, അങ്ങനെയായിരുന്നു. പക്ഷേ സ്ഥലം വാങ്ങി എന്ന് ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞ് 3-ാം ദിവസം ചേട്ടനും ചേട്ടത്തിയമ്മയും വന്ന് അവരുടെ ഇഷ്ടത്തിന് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന വിധത്തിൽ തന്നെ ആ സ്ഥലം ചേട്ടൻ എടുക്കാമെന്നും ഞങ്ങളുടെ ഓഹരി തന്നു. അങ്ങനെ 1 മാസം മാത്രമേ പരിശുദ്ധ അമ്മ ലോൺ അടയ്ക്കാൻ അനുവദിച്ചുള്ളൂ. പിറ്റേ മാസമായപ്പോഴേക്കും പേപ്പർ വർക്കുകളെല്ലാം സ്ഥലത്തിൻ്റെ കഴിഞ്ഞു. ലോൺ പൂർണ്ണമായും തീർത്തു, കടബാധ്യത വീട്ടിൽ തന്നു. പക്ഷെ അന്ന് ഞാൻ ആ സമാധാനത്തോടെ പോയി. കാരണം സ്ഥലം വാങ്ങി, കടവും വീടി. അപ്പോൾ പിന്നെ ഞാനും ഭർത്താവിനും വലിയ പരാതിയൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ഇവൻ്റെ പരാതിക്ക് ഒരവസാനം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആധാരം കൊണ്ട് പോയപ്പോൾ മാതാവിനോട് 2 ഓപ്ഷൻ, ഇവിടെ അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടു, കടബാധ്യതയൊക്കെ ആയിട്ട് വരുമ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ ടോക്കിൽ കേട്ടു, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, അമ്മയെ കടബാധ്യത വീട്ടാൻ 2 ഓപ്ഷൻ ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ പറയാമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, അമ്മേ, ഒന്നുകിൽ പാർട്ടീഷൻ എനിക്ക് കിട്ടണം, അതല്ല എങ്കിൽ എൻ്റെ മോന് ഒരു ജോബ് വിസ തന്ന് നീ അനുഗ്രഹിക്കണം. കാരണം ജോബ് വിസ ചോദിക്കാനുള്ള യാതൊരു യോഗ്യതയും എൻ്റെ മോനില്ല എന്ന് എനിക്കറിയാം.
വെറും ഒരു ഡിഗ്രി പഠിച്ച മോന് വിദേശത്തൊരു ജോബ് വിസ കിട്ടാമെന്ന് പറഞ്ഞാൽ പലയിടത്തും ഞാൻ കയറി ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത്, ജാൻസി ഒരു ബികോം പഠിച്ചത് കൊണ്ട് എന്ത് ട്രേഡ് അവൻ്റെ കയ്യിലുള്ളത്, നീ എന്തെങ്കിലും പഠിപ്പിക്കുകയെന്ന്. പക്ഷെ പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ പോളണ്ടിലേക്ക് പോകാനുള്ള ഏജൻറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ അങ്ങനെ പോയി. അത് കിട്ടാതെ എങ്ങനെയാണ് ഇവിടെ തുടങ്ങാമെന്നുള്ള ടെൻഷൻ കൊണ്ടിങ്ങനെ വർഷം 2 പുറകോട്ട് പോയി. അപ്പോൾ ഞാൻ ഇതാണ് മാതാവിനോട് ഈ സ്ഥലം വാങ്ങിയത് 3ാമത്തെ പുതുക്കലിയിലാണ്. സ്ഥലം വാങ്ങിച്ചതും പാർട്ടീഷൻ നടന്നതും 3ാമത്തെ പുതുക്കലിയിൽ ഇരിക്കുമ്പോഴാണ്. പക്ഷെ മറ്റുള്ള ഉടമ്പടി ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് തീവ്രതയോടെ ചെയ്തു. പ്രേക്ഷിത പത്രം വിതരണമായാലും ഭക്ഷണം കൊടുക്കലായാലും വസ്ത്രം കൊടുക്കലായാലും മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കും. എനിക്ക് തയ്യലായതുകൊണ്ട് അത്യാവശ്യം മാതാവ് മുടക്കില്ലാത്ത വിധത്തിൽ ഇന്നലെ വരെ ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ സാമ്പത്തികമായിട്ട് മറ്റുള്ളവർക്കായി കൊടുത്തു സഹായിക്കാൻ പരിശുദ്ധ അമ്മ വഴി എനിക്ക് ആരോഗ്യം തന്ന് തൊഴിലും തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ 6 പുതുക്കൽ 7ാമത്തെ പുതുക്കൽ വന്നപ്പോൾ, കഴിഞ്ഞ മാസം വന്നപ്പോൾ ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എന്തിനാണോ ഈ പുണ്യഭൂമിയിലേക്ക് ഞാൻ കാല് കുത്തിയത്, അതുമേ നീ ഒന്നും ഇതുവരെ പറഞ്ഞില്ല. കാരണം എനിക്ക് അറിയാം വൈകുന്നത് എന്തും നന്മയ്ക്കാണെന്ന് ഞാൻ എപ്പോഴും ഇവനോട് പറയും. ഇവൻ ഈ ടെൻഷൻ എപ്പോഴും പറയും, നിനക്ക് സമയം വൈകുന്നുണ്ടോ അത് നിൻ്റെ നന്മയ്ക്കായിരിക്കും. പക്ഷെ ഇവന് വെപ്രാളത്തിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് അങ്ങനെ തിരക്ക് കൂട്ടുന്നത്. പക്ഷെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ജോബ് വിസയെക്കുറിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞത് ഞാൻ മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 7ാം പുതുക്കലിന് ഇവിടെ വന്നപ്പോൾ ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ, ഇനി എനിക്ക് വയ്യ മാതാവേ. 2 വർഷമായിട്ടും അവൻ്റെ സമയം 2 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പുറകോട്ട് പോയി. ഒന്നുകിൽ വിസയെക്കുറിച്ച് അത് ക്യാൻസൽ ചെയ്ത് വിടുതൽ തരണം, ആ പൈസ റീഫണ്ട് തരാനും അതിൽ നിന്നൊരു മോചനം കിട്ടാനും അമ്മ നീ സഹായിച്ചേ പറ്റൂ. ഇനി 2 വർഷം കാത്തിരുന്നിട്ടും ഇനി വേണ്ട, അവനെ ഞാൻ നാട്ടിൽ പഠിപ്പിച്ചോളാം, അതിൽ നിന്നൊരു മോചനം അവന് വിടുതൽ ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവനെ കൊണ്ട് ഞാൻ ഈ അൾത്താരയിൽ കയറി നിൽക്കുന്ന സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മേന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ ഞാൻ പോയി 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ പേപ്പൻ്റെ മക്കൾ UK-യിലുണ്ട്. അവർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി YPS സ്കീം ഒരു പരിപാടി ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത് നോക്ക്, 1000-1 പേർക്കേ കിട്ടുള്ളൂ, ഒരിക്കലും പ്രതീക്ഷയോടെ ചെയ്യണ്ട, അവനോട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിടാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ സെലക്ഷനിൽ എൻ്റെ മോൻ സെലക്റ്റായി. അങ്ങനെ 1 മാസമേ വേണ്ടി വന്നുള്ളൂ അതിൻ്റെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നടക്കാൻ. അടുത്ത ഒക്ടോബർ 15 അതും ഞാൻ അമ്മയോട് പുതുക്കിയിരുന്നു. അമ്മേ, കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 15 സ്ഥലം വാങ്ങിക്കാനുള്ള അനുഗ്രഹം തന്നുവെങ്കിൽ അതിനേലും ഇമ്പോർട്ടൻ്റ് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവൻ കൊടുക്കുന്നത് അവന് വിദേശയാത്രയാണ്. അപ്പോൾ ഈ 2024 ഒക്ടോബർ 15 അവൻ്റെ മനസ്സിന് സന്തോഷിക്കാൻ നീ ഒരു വിസ കൊടുത്ത് അനുഗ്രഹിക്കണേന്ന്. അത് ഒക്ടോബർ 10 അവൻ്റെ ടിക്കറ്റ്. ഇത്രയും വലിയ യാതൊരു യോഗ്യതയും എൻ്റെ മോനില്ല. വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ അവൻ്റെ യാതൊരു തരത്തിൽ യോഗ്യതകളില്ലാതിരുന്നിട്ടും അനേകായിരങ്ങളുടെ ഇടയിൽ നിന്ന് പരിശുദ്ധ അമ്മ എൻ്റെ മോനെ തിരഞ്ഞെടുത്തുവെങ്കിൽ അത് അമ്മ തന്നെ ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തന്ന ദാനമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. കാര്യമായ ചെലവുകളൊന്നും കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ ഒരുക്കി തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ വരുന്നതിന് മുൻപേ കൊല്ലങ്ങളോളമായ ഒരു കാര്യമാണ് സംഘടനകൾ വഴി മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊടുക്കൽ. പിന്നെ ഞാൻ ചെറുപ്പം തുടങ്ങി ഞാൻ അധ്വാനിക്കാനായിപ്പോൾ തുടങ്ങി എൻ്റെ കയ്യിൽ പൈസ കിട്ടിയ കാലം തുടങ്ങി ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. എൻ്റെ കണ്ണിൽ വയസ്സായവർ, അങ്ങനെ രോഗികൾ, അങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ കണ്ണടയ്ക്കാറില്ല.
എന്നെക്കൊണ്ട് എന്ത് സാധിക്കുന്നുവോ അത് ഞാൻ അന്നും ഇന്നും ചെയ്തു പോരുന്നുണ്ട്. പിന്നെ വസ്ത്രമായിട്ട് ഇതുവരെ കിഡ്നി ഡയാലിസിസുകാർക്ക്, ഹാർട്ട് പേഷ്യൻറ്റുകാർക്ക്, ക്യാൻസർ രോഗികൾക്ക് അങ്ങനെ എന്തൊക്കെ സാധിക്കുന്നുവോ അതൊക്കെ ചെയ്യും. ഇവിടെ നിന്ന് 3 കെട്ട് പത്രം കൊണ്ടുപോയാൽ ഞാൻ വീട്ടിൽ എത്തിക്കാറേ ഇല്ല. ഇപ്പോൾ കൂടുതലും ഞാൻ കൊടുക്കാറ് ഹിന്ദുക്കൾക്കാണ്. കാരണം ക്രിസ്ത്യൻസ് എല്ലാവർക്കും അത്യാവശ്യം ദൈവികമായിട്ടുള്ള അറിവുണ്ട്. അവർ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർക്കറിയാം. മറ്റുള്ളവരിലേക്ക് ദൈവത്തെ അറിയിക്കാനായിട്ട് കൂടുതലായി ഈ പ്രാവശ്യത്തെ പത്രം കൂടുതലും ഞാൻ കൊടുത്തത് ഹിന്ദുക്കൾക്ക് തന്നെയാണ്. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, 1000 നന്ദി. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 5, 6, 9 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അപ്പമോ പാനം ചെയ്യുവാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയമുള്ളവരെ, ജാൻസി റോയ് എന്ന ഈ സഹോദരി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതം എത്ര വിശ്വസ്തയോടുകൂടി ജീവിച്ചു എന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. 7ാമത്തെ തവണ ഉടമ്പടി പുതുക്കി തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓരോ തവണയും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണവും സഹായവും കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് അമ്മ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത്, മകൻ ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന നാളുകളിൽ കുടുംബത്തിൽ മകന് നാട്ടിലെവിടെയെങ്കിലും ജോലി കിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉള്ളിൽ വയ്ക്കുമ്പോൾ മകന് നാട്ടിൽ തന്നെ ജോലി ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് പങ്കുവച്ചത്. പിന്നീട് സ്ഥലം കിട്ടുന്നതിനെക്കുറിച്ച്, പാർട്ടീഷൻ നടക്കുന്നതിനെക്കുറിച്ച്, 25 വർഷമായി നടക്കാതിരുന്നത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടന്ന് കിട്ടുന്നതിനെക്കുറിച്ച് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ആദ്യം കൃപാസനത്തിൽ വരുവാനുണ്ടായ കാരണം മകന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗവുമായിട്ടാണ്. വീണ്ടും ആ ഒരു നിയോഗത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മകൻ്റെ ഭാഗത്ത് നിന്ന് നിർബന്ധം കൂടി വരുമ്പോൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഈ സഹോദരി 7ാമത്തെ പുതുക്കലിൽ അത് വെച്ച് പറയുന്നുണ്ട്. ഞാൻ വന്ന നിയോഗം മകനൊരു വിദേശത്തേക്കുള്ള പഠനവും ജോലിയുമാണ്. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ പോയി അവൻ അസ്വസ്ഥനാകുമ്പോൾ അവന് അമ്മ മാതാവ് അത് സാധിച്ചു തരണമെന്ന്. ഇനി അവിടെയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുള്ള ദൈവകൃപ എത്ര വലുതും ശക്തമത്താണെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ. 2-3 കാര്യങ്ങൾ അമ്മ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. ഏതൊരു കാര്യമാണോ കൂടുതൽ താമസിക്കുക, അത് ദൈവം അനുവദിച്ച് തരുവാനെടുക്കുന്ന സമയമാണ്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ കൂടുതൽ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം അത് കാണുന്നു. വിശ്വാസത്തെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് ഉപരി നന്മ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യുമെന്ന് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും അത് കേൾക്കാറുണ്ട്. ഉടമ്പടിയെടുത്ത് ജീവിതം തുടങ്ങുമ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ജീവിത ക്ലേശങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും വന്നെത്തിച്ചേരുന്നത്, പരീക്ഷകൾ കൂടുതൽ പ്രയാസത്തോടുകൂടി പങ്കെടുക്കേണ്ടി വരുന്നത് പലപ്പോഴും മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അവർക്ക് വിദേശത്ത് പോകുവാനായി അവർക്ക് ജയിച്ചു കിട്ടുന്ന പരീക്ഷയായിരിക്കും അവർ അന്നുവരെ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത്. അത് പരീക്ഷിക്കുന്ന പരീക്ഷണത്തിൻ്റെ നാളുകളിൽ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കുകയാണ്. എത്രത്തോളം വിശ്വാസം ബോധ്യത്തോടും നിഷ്കളങ്കതയോടും സമർപ്പണത്തോടും കൂടി ജീവിക്കുന്നുവെന്ന് അമ്മ പറയുന്നുണ്ട്. ഇത് ലഭിക്കാതെ വന്ന ഈ ഒരു നിയോഗത്തിന് വേണ്ടി മകനെ ആശ്വസിപ്പിക്കുന്നത്, നീ കാത്തിരിക്കുക, നിനക്ക് വേണ്ടി വലിയ അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ, പൂരിപ്പിച്ച് നൽകുമ്പോൾ 1000ങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് മകൻ അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുവാനും വളരെ കുറഞ്ഞ ചെലവിൽ വിദേശത്തേക്ക് UK പോകുവാനുള്ള നടപടിക്രമം മുഴുവനും പൂർത്തീകരിച്ച് കൊടുത്തുവെന്ന്. പ്രിയമുള്ളവരെ,
ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമുക്കത് കൂടുതൽ ജീവിക്കുവാനുള്ള പ്രത്യാശ പകരുകയാണ്. നമ്മുടെ നിയോഗങ്ങളെ കൂടുതൽ സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള വിശ്വാസം പകരുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പാഴാവില്ലെന്ന്, നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഉത്തരവുണ്ടാകുമെന്ന്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്, ഭയപ്പെടേണ്ട, മുന്നോട്ട് പോകുമെന്ന സന്ദേശം അമ്മ മാതാവും തിരുക്കുമാരനും നമുക്ക് കൈമാറുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങളെ വേഗം അനുഗ്രഹിക്കണമേ എന്ന്, ഭയമില്ലാതെ പ്രത്യാശയോടെ നമ്മളെ നയിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.